അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മഴക്കൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ. ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഒന്ന് കാണാണ്ട് പുറത്ത്. ഇനി പെയ്യോ പെയ്യാതിരിക്കുമോ എന്തോ അറിയില്ല. അപ്പോൾ രാവിലെ മക്കൾക്കൊക്കെ ഇപ്പോൾ മദ്രസയിൽ എക്സാം അല്ലേ, 6:30 തുടങ്ങുമല്ലോ. അപ്പോൾ അവരെ മദ്രസയിലൊക്കെ വിട്ടുങ്ങാണ്ട് കിച്ചണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. രാവിലെ എണീറ്റിട്ടുള്ള പ്ലാനായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കുക, അതൊന്ന് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മഴയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ബാക്കി കുറച്ച് അലക്കാനും വിരിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ എളുപ്പം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഇഡ്ഡലി മാവ് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 4 ട്രേ ഉണ്ട്. ഇതിനൊരൊറ്റ ട്രിപ്പ് ഉണ്ടാക്കിയാൽ തന്നെ എനിക്കും മക്കൾക്കും ധാരാളം ഉണ്ടാവും കേട്ടോ. അതൊക്കെ അവിടെ ആവിക്ക് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്ത് ചെയ്തു, ആ ഗ്യാപ്പിൽ ഇന്നലെ രാത്രി മെഷീനിൽ വാഷ് ചെയ്ത് വെച്ച തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ നല്ല വെട്ടവും വെളിച്ചമുണ്ടായിരുന്നു. രാവിലെ തന്നെ വേഗം അത് വിരിച്ചിട്ടാൽ മഴ പെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരും എന്ന് വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ തന്നെ അത് വിരിച്ചിടാൻ വേണ്ടി പോയി വേഗം കേട്ടോ. എന്നാൽ ഇഡ്ഡലി അവിടെ ആവി കിടന്ന് വേവും ചെയ്യട്ടെ, ചായയും തിളക്കുമ്പോഴൊക്കെ വേഗം അത് വിരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വിരിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് തന്നെയാണ് ഇട്ടത്. അപ്പത്തേനും നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാത്രത്തിലോട്ട് മാറ്റിയാണ്. അതാ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ നമ്മളിതിക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി സ്റ്റവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുക്കുക. ഇത് എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്കൊക്കെ കണ്ടോളിട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഞാനിതാ കറിവേപ്പില എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ചമ്മന്തിക്ക്. അങ്ങനെ കറിവേപ്പില കൊടുന്നപ്പോഴേക്കും എണ്ണ ചൂടായിപ്പോൾ ആ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്നത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ കറിയൊക്കെ വെക്കാൻ വേണ്ടി വഴറ്റുന്ന മാതിരി നന്നായിട്ട് വഴഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഏകദേശമൊക്കെ ഒന്ന് ആയാൽ മതി കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളകും ചേർക്കാം കേട്ടോ, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടിയും ചേർത്തുങ്ങാണ്ട് ഒന്നും കൂടിയും വഴറ്റിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല രസമാണ്. ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ചട്നിയേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് അപ്പോൾ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ യൂണിഫോം അയൺ ചെയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളുണ്ടല്ലോ, ഓരോരുത്തരെ വിടണ്ടേ. അപ്പോൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റഷി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. റഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, ഞാനങ്ങനെ വിളിക്കാറ്. അപ്പോൾ ആൾ ഇവിടെ ഇല്ല, വയനാടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ യൂണിഫോം അയൺ ചെയ്യലും ഫോൺ വിളിയും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ യൂണിഫോമൊക്കെ ഓനിക്കിടാൻ കൊടുത്തു. ഞാൻ പിന്നെ ആ സമയം കൊണ്ട് എന്നാൽ റൂമൊന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചാൽ തന്നെ റൂമിൻ്റെ പകുതി പണി കഴിഞ്ഞ മാതിരിയാണല്ലോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു കേട്ടോ.
അതൊക്കെ അങ്ങനെ റെഡിയാക്കിയിട്ടപ്പത്തിനും എന്താ കുഞ്ഞുമോളിക്ക് സ്കൂളിൽ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളിതാ സ്കൂളിൽ പോവുകയാണ്. അതിൻ്റെ അടുക്ക് അനുമോൻ അതിൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആസിമോന് പനിയായതുകൊണ്ട് ഓൻ പോയിട്ടില്ല കേട്ടോ. ഓനെന്താ അവിടെ നല്ല പുതച്ച് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല പനിയാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.